മാർക്കറ്റിംഗ് ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ യുവാക്കൾ കൊച്ചിയിൽ ക്രൂരമായ തൊഴിൽ പീഡനത്തിനിരയായ സംഭവത്തിൽ പറയുന്നതിൽ അവ്യക്തത. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായ തിരക്കഥയെന്ന് പീഡനത്തിനിരയായ മറ്റു യുവാക്കൾ സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തി. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ്? നിലവിൽ വൃന്ദ, ഈ ഒരു കേസിൽ രണ്ട് ട്വിസ്റ്റ് ഉണ്ട് എന്ന് വേണം പറയാൻ കഴിയുന്നത്. കാരണം ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ പോലും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ തെറ്റായ ഒരു രീതിയിൽ പകർത്തിയതാണെന്നുള്ള രീതികളിലെല്ലാം പോകുന്നുണ്ട്. പക്ഷേ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ച യുവാവ് പറയുന്നത് കൃത്യമായും 2 വർഷം തൊഴിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം തൊഴിൽ പീഡനത്തിന് ഇരയായെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കഴുത്തിൽ ബെൽറ്റ് ധരിച്ചെത്തിയ ആളും അതോടൊപ്പം തന്നെ മറ്റു യുവാക്കളും പറയുന്നത് ഈ വീഡിയോ പകർത്തിയത് ഇതിനു മുൻപ് ഈ സ്ഥാപനത്തിലെ ഒരു മാനേജറായിരുന്ന മനാഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് പകർത്തിയത്. ഈ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ യുവാക്കളെയും കൊണ്ട് ഇങ്ങനെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് ഒരു പണിഷ്മെന്റ് രീതിയിലേക്ക് ഈ വീഡിയോ എടുക്കുകയായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു സമയത്ത് അയാൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നൊരു രീതിയിൽ കൂടെ പറയുന്നുണ്ട്. നിലവിലത്തെ ഇപ്പോൾ ഇതിന്റെ ഒരു ജീവനക്കാരൻ ഉബൈലിനെ പെടുത്താൻ വേണ്ടി ഈ മനാഫ് ചെയ്ത ചില കുതന്ത്രങ്ങൾ എന്നൊരു രീതിയിലേക്ക് എല്ലാം മാറുന്നുണ്ട്. പക്ഷേ ഈ പ്രചരിക്കുന്ന വീഡിയോ നമ്മളോട് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ച യുവാവ് പറയുന്നത് ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ നേരിട്ട ചില സംഭവങ്ങളാണെന്ന്. പക്ഷെ ഒരു കൂട്ടം ഈ കൂട്ടത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ പീഡനം നേരിട്ട മറ്റു യുവാക്കൾ പറയുന്നത് ഇത് കൃത്യമായ ഒരു തിരക്കഥയിലൂടെ തയ്യാറാക്കിയതാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞതാണ്, ഈ രീതിയിലെല്ലാം പോകുന്നുണ്ട്. അപ്പൊ 2 വാദം ആണ് ഈ കേസിനുള്ളത്. നിലവിൽ ഇപ്പോൾ തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണത്തിൽ തൊഴിൽ വകുപ്പിന് കണ്ടെത്താനായത് ഈ പ്രചരിക്കുന്ന വീഡിയോ ആകട്ടെ ആ തൊഴിൽ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് തൊഴിൽ വകുപ്പിന്റെയും അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഒരു കൂട്ടം യുവാക്കൾ പറയുന്നത് ഇവിടെ പീഡനം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ നിരന്തരമായി പീഡനം നേരിട്ടതാണ്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള യുവാക്കളുടെ കൂട്ടത്തിലുള്ള മറ്റു യുവാക്കൾ ഈ തൊഴിൽ പീഡനം നേരിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു തിരക്കഥ എന്ന് പറയുന്നതിൽ ഒരു വ്യക്തതയില്ല. ഈ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പീഡനം നേരിട്ട രണ്ട് കൂട്ടത്തിലുള്ള യുവാക്കളും പറയുന്നത് ഒരു വാക്കുകളിൽ കുറച്ച് അവ്യക്തതയുണ്ട്. ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ തൊഴിൽ വകുപ്പ് അന്വേഷിച്ച പരാതിയിൽ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഈ സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്നതാണ് വൃന്ദ. ശരി രേണുക.